ബാങ്ക് റിക്കൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട ചാപ്റ്ററുമായി ബന്ധപ്പെട്ട അഞ്ചാമത്തെ ക്ലാസ്സിൽ അഞ്ചാമത്തെ ലക്കത്തിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബാങ്ക് റിക്കൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു ഇല്ലസ്ട്രേഷനാണ്. അതായത് ക്വസ്റ്റ്യനിൽ പാസ്ബുക്ക് ബാലൻസ് ക്രെഡിറ്റ് ബാലൻസ് അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് ബാലൻസ്, പാസ്ബുക്ക് ബാലൻസ് ക്രെഡിറ്റ് ബാലൻസ് അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് ബാലൻസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ബാങ്ക് റിക്കൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കുന്നത് എന്നതുമായി ബന്ധപ്പെട്ട ഇല്ലസ്ട്രേഷനാണ്. സെക്കൻഡ് ഇല്ലസ്ട്രേഷൻ 2 ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാ വിദ്യാർത്ഥികൾക്കും എ ടു സെഡ് ജാലകം യൂട്യൂബ് ചാനലിലെ പുതിയൊരു ലക്കത്തിലേക്കും വീഡിയോയിലേക്കും സ്വാഗതം. നമുക്ക് ഇല്ലസ്ട്രേഷനിലേക്ക് കടക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: ബാങ്ക് റിക്കൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഇല്ലസ്ട്രേഷൻ 2. On August 31st, 2020, the passbook of ABC and Company showed a deposit balance. പ്രത്യേകിച്ച് ഡെപ്പോസിറ്റ് ബാലൻസ്. അപ്പോൾ പാസ്ബുക്ക് ബാലൻസ് ആണ്, ഡെപ്പോസിറ്റ് ബാലൻസ് ആണ്. കഴിഞ്ഞ ലക്കത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് ക്യാഷ് ബുക്ക് ബാലൻസിൻ്റെ ഡെപ്പോസിറ്റ് ബാലൻസ് ആയിരുന്നു. ഇപ്രാവശ്യം എന്താണ് പാസ്ബുക്ക് ബാലൻസിൻ്റെ ഡെപ്പോസിറ്റ് ബാലൻസ്. അതാണ് നമുക്ക് തന്നിട്ടുള്ളത് ₹1,65,000. ഓക്കെ. ഓൺ വെരിഫൈങ് ദ പാസ്ബുക്ക് വിത്ത് ദെയർ ക്യാഷ് ബുക്ക്. അപ്പോൾ ഈ ABC കമ്പനിയുടെ പാസ്ബുക്ക് ബാലൻസും ക്യാഷ് ബുക്ക് ബാലൻസും വെരിഫൈ ചെയ്തപ്പോൾ, ചെക്ക് ചെയ്തപ്പോൾ ദ ഫോളോവിങ് വെയർ ഒബ്സർവ്ഡ്, താഴെ പറയുന്ന കാര്യങ്ങൾ കണ്ടെത്താൻ സാധിച്ചു. പ്രിപ്പയർ എ ബാങ്ക് റിക്കൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് ഫൈൻഡ് ഔട്ട് ദ ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക്. ഒരു ബാങ്ക് റിക്കൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കണം. അതിനുശേഷം അവസാനം എന്ത് ചെയ്യണം? ക്യാഷ് ബുക്ക് പ്രകാരമുള്ള ബാലൻസ് കണ്ടെത്തണം. അപ്പോൾ ഞാൻ കഴിഞ്ഞ ഇല്ലസ്ട്രേഷനിൽ പറഞ്ഞ പോലെ തന്നെ നമുക്കിവിടെ തന്നുള്ളത് പാസ്ബുക്ക് ബാലൻസ് ആണ്. അപ്പോൾ പാസ്ബുക്ക് ബാലൻസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ലാസ്റ്റ് ക്യാഷ് ബുക്ക് ബാലൻസിലേക്ക് എത്തിച്ചേരണം എന്നർത്ഥം. ഓക്കെ. ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട താഴെയുള്ള നമ്മുടെ അഡ്ജസ്റ്റ്മെൻറ്റുകൾ നമുക്ക് പരിശോധിച്ച് നോക്കാം. ഫസ്റ്റ് വൺ, ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസൻറ്റഡ് ടിൽ 31st 7/2020. അത് നമ്മുടെ ഡേറ്റ് എന്നാണ് August 31st 2020 ആണ്. അതിന് 31st 7th അതായത് 31st August 2020 20ൽ അതുവരെ എന്താണ് പ്രസൻറ്റ് ചെയ്തിട്ടില്ലാത്ത ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസൻറ്റഡ് ടിൽ 31st 7th 2020 ₹34,000. ഓക്കെ. ദെൻ നെക്സ്റ്റ്, ചെക്ക് ഡെപ്പോസിറ്റഡ് ബട്ട് നോട്ട് ക്ലിയർഡ് ₹41,000. ദെൻ നെക്സ്റ്റ്, bills receivables collected by bank recorded only in passbook ₹31,000. Then fourth one, bank charges not seen in the cash book. Bank charge not seen in the cash book ₹800. Then fifth one, building rent collected and credited by bank ₹45,000. Building rent collected and credited by ബാങ്ക് ₹45,000. ഇത്രയും ഐറ്റംസുകളാണ്. അതായത് ക്യാഷ് ബുക്ക് ബാലൻസും പാസ്ബുക്ക് ബാലൻസും നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ ഇത്തരം ഐറ്റംസുകൾ എന്താണ് അതിൽ കണ്ടെത്താൻ സാധിച്ചു. ഇത്തരം കാര്യം ചിലതെന്താണ് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, ചിലതെന്താണ് ക്യാഷ് ബുക്കിൽ എഴുതിയിട്ടുള്ളൂ, ചിലത് പാസ്ബുക്കിൽ എഴുതിയിട്ടുള്ളൂ. ഓക്കെ. അപ്പോൾ ഇത്തരം അഡ്ജസ്റ്റ്മെൻറ്റുകൾ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ക്യാഷ് ബുക്ക്, ഞാൻ നേരത്തെ ക്വസ്റ്റ്യൻ സൂചിപ്പിക്കേണ്ടായി, എന്താണ് ഇവിടെ പാസ്ബുക്ക് ബാലൻസാണ് തന്നിട്ടുള്ളത്. അത് എന്ത് ബാലൻസാണ്? ഡെപ്പോസിറ്റ് ബാലൻസ്, അതായത് ക്രെഡിറ്റ് ബാലൻസ് ആണ്. പരീക്ഷയ്ക്ക് ചിലപ്പോൾ പാസ്ബുക്ക് ഓഫ് ABC കമ്പനി ഷോയുടെ ക്രെഡിറ്റ് ബാലൻസ് എന്ന് തരാം. അപ്പോൾ ഡെപ്പോസിറ്റ് ബാലൻസ് അല്ലെങ്കിൽ ക്രെഡിറ്റ് ബാലൻസ് എന്ന് തന്നു കഴിഞ്ഞാൽ പാസ്ബുക്കിൻ്റെ ഡെപ്പോസിറ്റ് ബാലൻസ് അല്ലെങ്കിൽ ക്രെഡിറ്റ് ബാലൻസ് തന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് BRS തയ്യാറാക്കുന്നത്? കഴിഞ്ഞ ലക്കത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ് ക്യാഷ് ബുക്ക് ബാലൻസ് എന്തായിരുന്നു? ഡെപ്പോസിറ്റ് ബാലൻസ് ആയിരുന്നു, ഡെബിറ്റ് ബാലൻസ് ആയിരുന്നു. അപ്പോൾ ക്യാഷ് ബുക്ക് ഡെബിറ്റ് ബാലൻസ്, പാസ്ബുക്ക് ക്രെഡിറ്റ് ബാലൻസ്, അത് രണ്ടിനും ഏകദേശം ഒരേ അഡ്ജസ്റ്റ്മെൻറ്റുകളാണ്. അതാണ് ഇന്നത്തെ ലക്കത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഇല്ലസ്ട്രേഷൻ നിങ്ങൾ കണ്ടില്ലെങ്കിൽ ദയവേത് എന്താണ് ആ ഇല്ലസ്ട്രേഷൻ ആദ്യം കാണും. നമ്മുടെ ബേസിക് അതാണ്. ക്യാഷ് ബുക്ക് ബാലൻസ്, ക്യാഷ് ബുക്ക് ഡെപ്പോസിറ്റ് ബാലൻസ് ആണ് നമ്മുടെ ബേസിക്. അപ്പോൾ വിദ്യാർത്ഥികൾ അത് കണ്ടില്ലെങ്കിൽ ആ വീഡിയോ നിർബന്ധമായും കാണണം. അതുമായി ബന്ധപ്പെട്ട് അതിൽ കാണാത്തവർക്കായിട്ട് അതിൻ്റെ ലിങ്ക് ഞാൻ എന്താണ് തൊട്ട് മുകളിലും കാണിക്കുന്നുണ്ട്. അതുപോലെ ഇതിൻ്റെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കാണിക്കുന്നുണ്ട്. ഈ വീഡിയോ അവസാനിച്ച് കഴിഞ്ഞാൽ അവസാന ഭാഗത്തും ഞാൻ BRSുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ BRSുമായി ബന്ധപ്പെട്ട തിയറി പാർട്ടുകൾ നമ്മൾ ഒരേ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. മുമ്പ് 3 ലക്കങ്ങളായി ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ലിങ്കുകൾ ഞാൻ മുകളിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ ഈ വീഡിയോയുടെ അവസാന ഭാഗത്തും ഞാൻ കാണിക്കുന്നുണ്ട്. ഓക്കെ. ഇനി നമുക്കെന്താണ് ഇല്ലസ്ട്രേഷനിലേക്ക് കടക്കാം, ഇതിൻ്റെ സൊല്യൂഷനിലേക്ക് കടക്കാം. അപ്പോൾ നമ്മളെന്താണ് പാസ്ബുക്ക് ഡെപ്പോസിറ്റ് ബാലൻസാണ്, അതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം? ക്യാഷ് ബുക്ക് ബാലൻസിലേക്ക് എത്തണം. ഓക്കെ. നമ്മൾ ആദ്യം അതിൻ്റെ ഫോർമാറ്റ് വരയ്ക്കുന്നു. ഞാൻ കഴിഞ്ഞ ലക്കത്തിൽ സൂചിപ്പിച്ച് പറഞ്ഞത് 3 കോളംസാണ്. പർട്ടിക്കുലേഴ്സ് കോളം, പിന്നെ ആഡ് ചെയ്യാനുള്ള ഐറ്റംസുകൾ റെക്കോർഡ് ചെയ്യാനുള്ളത് ആഡ് കോളം, ദെൻ ലെസ് കോളം, ദെൻ നമ്മൾ എന്താണ് ഹെഡിങ് കൊടുക്കുന്നു. ബാങ്ക് റിക്കൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് ക്വസ്റ്റ്യനിൽ ഡേറ്റ് തന്നിട്ടുണ്ട്. എന്താണ്? August 31, 2020. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആസ് ഓൺ 31st August 2020 എന്ന് എഴുതുന്നു. ഓക്കെ.
ഇനി നമുക്ക് ക്വസ്റ്റ്യനിൽ നിന്ന് ഐറ്റംസുകൾ ഇതിലേക്ക് എൻ്റർ ചെയ്യണം, റെക്കോർഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ അതായത് BRS തയ്യാറാക്കുമ്പോൾ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ കഴിഞ്ഞ ലക്കത്തിൽ സൂചിപ്പിച്ചു. നമ്മളെന്താണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ക്യാഷ് ബുക്ക് ബാലൻസ് അല്ലെങ്കിൽ പാസ്ബുക്ക് ബാലൻസ് ഏതാണോ തന്നിട്ടുള്ളത് അതാണ് ഫസ്റ്റ് എൻ്റർ ചെയ്യേണ്ടത്. ആ ഐറ്റം അതിൻ്റെ എമൗണ്ടുമാണ് എൻ്റർ ചെയ്യേണ്ടത്. ഓക്കെ, നമ്മൾക്കിവിടെ ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് ഞാൻ ആ പാരഗ്രാഫ് വായിച്ചപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നു പാസ്ബുക്കാണ്, ഡെപ്പോസിറ്റ് ബാലൻസ് ആണ്, 1,65,000 റുപ്പീസാണ്. അപ്പോൾ അതാണ് ആദ്യമുള്ളത്. അതായത് ബാങ്ക് ബാലൻസ് ആസ് പെർ പാസ്ബുക്ക്, ഡെപ്പോസിറ്റ് ബാലൻസ് ആണ്. ഇനി ചിലപ്പോൾ ക്വസ്റ്റ്യൻ എന്തായിരിക്കും ക്രെഡിറ്റ് ബാലൻസ്. ചിലപ്പോൾ പാരഗ്രാഫ് അല്ലാണ്ട് 1, 2, 3 പ്രിപ്പയർ എ ബാങ്ക് റിക്കൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് താഴെ 1, 2, 3, 4 കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെയ്തതുപോലെ 1 എന്ന് എഴുതിയിട്ട് ചിലപ്പോൾ ഇതായിരിക്കും തരുന്നത്, ഇങ്ങനെ ആയിരിക്കും തരുന്നത്. ബാങ്ക് ബാലൻസ് ആസ് പെർ പാസ്ബുക്ക് ബ്രാക്കറ്റിൽ ചിലപ്പോൾ ഡെപ്പോസിറ്റ് എന്നായിരിക്കും, അല്ലെങ്കിൽ ക്രെഡിറ്റ് എന്നായിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് ബാലൻസ് ആസ് പെർ പാസ്ബുക്ക്, അല്ലെങ്കിൽ ക്രെഡിറ്റ് ബാലൻസ് ആസ് പെർ പാസ്ബുക്ക്, അങ്ങനെ പല രീതിയിലും ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ തന്നാൽ നമ്മൾ ആദ്യം നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളതെന്നാണ് പാസ്ബുക്ക് ബാലൻസ് ആണ്, ക്യാഷ് ബുക്ക് ബാലൻസ് അല്ല, പാസ്ബുക്ക് ബാലൻസ് ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ അത് ആദ്യം നമ്മൾ എടുത്തെഴുതണം. ഇനി ക്യാഷ് ബുക്ക് ബാലൻസ് ആണെങ്കിൽ ക്യാഷ് ബുക്ക് എടുത്തെഴുതണം. ഇത് പാസ്ബുക്ക് ബാലൻസ് ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ഐറ്റം എടുത്തെഴുതുന്നു. അപ്പോൾ എമൗണ്ട് ഇനി ഇത് പ്രത്യക്ഷത്തിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ സൂചിപ്പിച്ചു, ഡെപ്പോസിറ്റ് ബാലൻസ് അല്ലെങ്കിൽ ക്രെഡിറ്റ് ബാലൻസ്, പാസ്ബുക്കിൻ്റെ ക്രെഡിറ്റ് ബാലൻസ് അല്ലെങ്കിൽ ക്യാഷ് ബുക്കിൻ്റെ ഡെബിറ്റ് ബാലൻസ് രണ്ടും ഡെപ്പോസിറ്റ് ബാലൻസ് ആണെങ്കിൽ അത് ആഡ് കോളത്തിലാണ് എമൗണ്ട് എഴുതേണ്ടത്. ആദ്യം എഴുതേണ്ടത് പ്ലസ് ഉള്ള കോളത്തിലാണ് ആ ഐറ്റം എഴുതേണ്ടത്. ഇനി അടുത്ത ഇല്ലസ്ട്രേഷൻ നമ്മളെന്താണ് ഓവർ ഡ്രാഫ്റ്റ് ബാലൻസ് ആണ് സൂചിപ്പിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ മാറ്റം വരും. ഓക്കെ, അതവിടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഐറ്റം നമ്മൾ എന്ത് ചെയ്യുന്നു കണ്ടോ, ഇതേപോലെ എഴുതുന്നു. അതായത് ബാങ്ക് ബാലൻസ് ആസ് പെർ പാസ്ബുക്ക് ബ്രാക്കറ്റിൽ ഡെപ്പോസിറ്റ് ഓർ ക്രെഡിറ്റ് ബാലൻസ്, എമൗണ്ട് നമ്മൾ ആഡ് കോളത്തിൽ 1,65,000 അല്ലേ. അപ്പോൾ ബാങ്ക് ബാലൻസ് ആസ് പെർ പാസ്ബുക്ക് ഡെപ്പോസിറ്റ് ബാലൻസ് ഓർ ക്രെഡിറ്റ് ബാലൻസ്, എമൗണ്ട് 1,65,000 ഇങ്ങനെയാണ് എഴുതേണ്ടത്. ഓക്കെ, ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഇനി നമുക്ക് എന്താണ്, ഇനി നമ്മൾ എവിടെ എത്തേണ്ടത്, ഇങ്ങനെ പാസ്ബുക്കിൽ നിന്ന് ആരംഭിച്ച് പ്രത്യേകം ശ്രദ്ധിക്കാം, നമുക്ക് തന്നുള്ളത് പാസ്ബുക്ക് ബാലൻസ് ആണ്. അതിൽ നിന്ന് ആരംഭിച്ച് അഡ്ജസ്റ്റ്മെൻറ്റുകൾ ആഡ് ചെയ്യേണ്ടത് ആഡ് ചെയ്ത്, ലെസ് ചെയ്യേണ്ടത് ലെസ് ചെയ്ത്, ഈ വ്യത്യാസങ്ങൾക്കുള്ള കാരണങ്ങൾ നമുക്ക് ക്വസ്റ്റ്യൻ വന്നില്ല, അതെല്ലാം അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തിട്ട് ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, ബാങ്ക് ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്കിലേക്ക് എത്തണം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതാണ് പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്. ഇനി നമുക്കുള്ള ഓരോ അഡ്ജസ്റ്റ്മെൻറ്റ് ഞാൻ പറയുമ്പോൾ വിശദീകരിക്കുമ്പോൾ ആവശ്യമുള്ള കാര്യമാണ്. പാസ്ബുക്കാണ് നമുക്ക് തന്നിട്ടുള്ളത്, പാസ്ബുക്ക് ബാലൻസാണ് തന്നിട്ടുള്ളത്. ആ പാസ്ബുക്ക് ബാലൻസിൽ നിന്ന് നമുക്ക് എവിടേക്ക് എത്തണം, ക്യാഷ് ബുക്ക് ബാലൻസിലേക്ക് എത്തണം. അതുകൊണ്ട് തന്നെ ഇത് സൂചിപ്പിക്കുന്നതിന് വേണ്ടി, അതായത് പാസ്ബുക്കിൽ നിന്ന് ക്യാഷ് ബുക്കിലേക്ക് എത്തണം. അപ്പോൾ ഇനി ഇവിടെ നിന്നുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകൾ നമുക്ക് ചെയ്ത് നോക്കുന്നതിന് വേണ്ടി, അത് സൂചിപ്പിക്കുന്നതിന് വേണ്ടി ഞാൻ കഴിഞ്ഞ ലക്കത്തിൽ കാണിച്ചതുപോലെ തന്നെ നമ്മുടെ മുകളിൽ റൈറ്റ് ഹാൻഡ് സൈഡിൽ മുകളിൽ ഞാനിത് കാണിക്കുകയാണ്. പാസ്ബുക്ക് ബാലൻസ് 1,65,000, ക്യാഷ് ബുക്ക് ബാലൻസും 1,65,000. ഇപ്പോൾ രണ്ടും ഈക്വൽ ആണ്. അതായത് പാസ്ബുക്ക് ബാലൻസും ക്യാഷ് ബുക്ക് ബാലൻസും എല്ലായ്പ്പോഴും ഈക്വൽ ആവണം. ചില സമയങ്ങളിൽ അത് തമ്മിൽ വ്യത്യാസം വരും. ആ വ്യത്യാസം വന്നത് കണ്ടെത്തി അഡ്ജസ്റ്റ് ചെയ്ത് രണ്ടും ഈക്വൽ ആക്കുന്നതിന് വേണ്ടി തയ്യാറാക്കുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് BRS എന്നൊക്കെ നമ്മൾ തിയറി പാർട്ടിൽ ഡിസ്കസ് ചെയ്തു. അപ്പോൾ രണ്ടും എല്ലായ്പ്പോഴും ഈക്വൽ ആയിരിക്കണം. അപ്പോൾ ഇപ്പോൾ നമ്മളെന്താണ് ഒരു അസംഷനാണ്, അസ്യൂം ചെയ്യുകയാണെന്ത്, രണ്ട് ബാലൻസും 1,65,000 ആണ്. ഇനി ഈ പാസ്ബുക്കിൽ നിന്ന് നമുക്ക് എന്താണ് ക്യാഷ് ബുക്കിലേക്ക് എത്തണം. പാസ്ബുക്കിലാണ് ആരംഭിച്ചത്, ക്യാഷ് ബുക്കിലേക്ക് എത്തണം. അതുപോലെ തന്നെ പാസ്ബുക്ക് ബാലൻസിൽ നിന്ന് ക്യാഷ് ബുക്ക് ബാലൻസിലേക്ക് എത്തണം. ഇത് കഴിഞ്ഞിലൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ഓരോ അഡ്ജസ്റ്റ്മെൻറ്റുകളെന്നാണ് ഇതിൽ ചെയ്ത് നോക്കി നമുക്ക് ഇങ്ങോട്ട് എൻ്റർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത ട്രാൻസാക്ഷൻ, അടുത്ത ഐറ്റം എന്താണ്, ചെക്ക് ഇഷ്യൂഡ്. ഫസ്റ്റ് ഐറ്റാണ് ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസൻറ്റഡ് ടിൽ 31/7/2020. ഓക്കെ, ഈ ഡേറ്റ് ശ്രദ്ധിക്കുക, ഈ ഡേറ്റ് എല്ലായ്പ്പോഴും ഇവിടെയുള്ള ഡേറ്റ് തന്നെ ആയിരിക്കും തരുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ചെക്ക് ഇഷ്യൂഡ്, ചെക്ക് ഇഷ്യൂ ചെയ്യുന്നുണ്ട് ബട്ട് നോട്ട് പ്രസൻറ്റഡ് ടിൽ 31/7/2020 ₹34,000. അതായത് നമ്മളൊരാൾക്ക് ക്യാഷ് കൊടുക്കാണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു സപ്ലയർക്ക് നമുക്ക് ഗുഡ്സ് കടം വാങ്ങിയതിൻ്റെ പേരിലാവട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും ആയിട്ട് ഈ കമ്പനി, നമ്മുടെ ഈ കമ്പനി എന്താണ് 34,000 രൂപ ഒരാൾക്ക് കൊടുക്കാണ്ടായിരുന്നു. അയാൾക്ക് ക്യാഷ് കൊടുക്കുന്നതിന് പകരം നമ്മൾ ചെക്ക് കൊടുത്തു. ക്യാഷ് കൊടുക്കുന്നതിന് പകരം നമ്മൾ ചെക്ക് കൊടുത്തു. അപ്പോൾ ചെക്ക് കൊടുത്തു കഴിഞ്ഞാൽ അയാൾ എന്താണ്, നമ്മുടെ അക്കൗണ്ടിൽ കൊണ്ടുപോയി ബാങ്കിൽ കൊണ്ടുപോയി ആ ചെക്ക് മാറി ബാങ്കിൽ ക്യാഷ് കുറയും, ബാങ്ക് ബാലൻസിൽ കുറയും. അപ്പോൾ ആ ഒരു അസംഷനോട് കൂടി നമ്മൾ ചെക്ക് കൊടുത്തപ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്തു, ക്യാഷ് ബുക്കിൽ, നമ്മുടെ കയ്യിലുള്ള ക്യാഷ് ബുക്കിൽ നമ്മൾ എന്ത് ചെയ്തു, 34,000 രൂപ മൈനസ് ചെയ്ത് എഴുതി വെച്ചു. ചെക്ക് കൊടുത്തതായിട്ട്, ക്യാഷിന് പകരം ചെക്ക് കൊടുത്തതായിട്ട് എഴുതി വെച്ചു. ഓക്കെ, അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ എത്രയായി, നമ്മുടെ കണക്കിൽ, അതായത് പാസ്ബുക്ക് ബാലൻസും ക്യാഷ് ബുക്ക് ബാലൻസുള്ള നമ്മുടെ കണക്കനുസരിച്ച് എന്താണ് 1,65,000 നിന്ന് 34,000 രൂപ കുറച്ചു. ബാക്കി ബാലൻസ് നമ്മുടെ കണക്കിൽ എത്രയാണ്, 1,31,000 ആണ്. എന്നാൽ ഇയാൾ, ഈ ചെക്ക് കിട്ടിയയാൾ ചെക്ക് ഇഷ്യൂ ചെയ്തു, അയാൾക്ക് കിട്ടി, ബട്ട് നോട്ട് പ്രസൻറ്റഡ് ഇൻ ദ ബാങ്ക് ആൻഡ് നോട്ട് കളക്റ്റഡ്. അതായത് അയാൾ എന്താണ്, ചെക്ക് ബാങ്കിൽ പ്രസൻറ്റ് ചെയ്തിട്ടില്ല, ആ ബാങ്ക് അതിന് പേയ്മെൻറ്റ് നടത്തിയിട്ടില്ല, അയാൾ ആ ക്യാഷ് കളക്റ്റും ചെയ്തിട്ടില്ല. അപ്പം ബാങ്കിൽ ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല, ബാങ്കിൽ ആ ചെക്ക് എത്തിയിട്ടില്ല. ആ ബാങ്കിൽ ഇപ്പോഴും എത്രയാണ്, 1,65,000 തന്നെയാണ്. ബാങ്കിൻ്റെ പാസ്ബുക്കിൽ എത്രയാണ്, 1,65,000 തന്നെയാണ്.
അപ്പോൾ ബാങ്കിൽ 1,00,000 ബാങ്ക് പാസ്ബുക്കിൽ 1,65,000 ഉണ്ട്. എന്നാൽ ക്യാഷ് ബുക്കിൽ 1,31,000 ഉള്ളൂ. നമുക്ക് എന്ത് ചെയ്യണം? ഈ പാസ്ബുക്കിൽ നിന്ന് അല്ലേ ക്യാഷ് ബുക്കിലേക്ക് എത്തണം അല്ലേ? പാസ്ബുക്കിൽ നിന്നാണ് ആരംഭിച്ചിട്ടുള്ളത്, ഇനി ലാസ്റ്റ് ക്യാഷ് ബുക്കിലേക്ക് എത്തണം. അപ്പോൾ പാസ്ബുക്കിൽ നിന്ന് ക്യാഷ് ബുക്കിലേക്ക് എത്തണമെങ്കിൽ 1,65,000 നിന്ന് 1,31,000 ആവണമെങ്കിൽ എന്താണ്? ഈ 1,65,000 നിന്ന് 34,000 കുറയ്ക്കണം. 1,65,000 നിന്ന് 34,000 മൈനസ് ചെയ്താലാണെന്ത് ഇതിൻ്റെ അടുത്തെത്തുക, ഇതിൻ്റെ ലെവലിലേക്ക് എത്തുക. അപ്പോൾ 1,65,000 പാസ്ബുക്ക് ബാലൻസിൽ നിന്ന് എന്ത് ചെയ്യണം? 34,000 മൈനസ് ചെയ്യണം. അപ്പോൾ നമ്മൾ ചെയ്യണം അല്ലേ, നമ്മൾ പാസ്ബുക്ക് ബാലൻസിലാണ് തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ അതിൽ എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. മൈനസ് കോളത്തിൽ ലെസ് ചെയ്യാനുള്ള കോളത്തിൽ 34,000 എഴുതുന്നു. അതിന് നേരെ പർട്ടിക്കുലർ കോളത്തിൽ നിന്നാണ് നമ്മൾ ഈ ഐറ്റം എഴുതുന്നു. ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസൻറ്റഡ്. ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസൻറ്റഡ്. ഈ ടിൽ 31 ഓഗസ്റ്റ് 2020 അതൊന്നും എഴുതേണ്ട ആവശ്യമില്ല. ഇത്ര മാത്രമേ ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസൻറ്റഡ്. അല്ലെങ്കിൽ സാധാരണ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഇങ്ങനെ വരും, ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസൻറ്റഡ് ഫോർ പേയ്മെൻറ്റ്. ബാങ്കിൽ പേയ്മെൻറ്റിന് വേണ്ടിയിട്ട് ആ ചെക്ക് പ്രസൻറ്റ് ചെയ്തില്ല, അത് ബാങ്കിലേക്ക് എത്തിയിട്ടില്ല എന്നർത്ഥം. അപ്പോൾ ബാങ്കിൽ കുറവാണ്, ബാങ്കിൽ പിന്നെ എത്തിയിട്ടില്ല, പക്ഷേ ക്യാഷ് ബുക്കിൽ കുറഞ്ഞു, ബാങ്കിലൊരു മാറ്റവും വന്നിട്ടില്ല. ഓക്കെ, ദെൻ അടുത്ത ഐറ്റം ചെക്ക് ഡെപ്പോസിറ്റഡ് ബട്ട് നോട്ട് ക്ലിയർഡ് ₹41,000. അതായത് ചെക്ക് ഡെപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക് അല്ലെങ്കിൽ ചെക്ക് പെയ്ഡ് ഇൻ ടു ബാങ്ക്, അങ്ങനെയും വരാം പരീക്ഷയ്ക്ക്. ചെക്ക് ഡെപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക് അല്ലെങ്കിൽ ചെക്ക് പെയ്ഡ് ഇൻ ടു ബാങ്ക് ബട്ട് നോട്ട് കളക്റ്റഡ് ആൻഡ് ക്ലിയർഡ് അല്ലെങ്കിൽ ബട്ട് നോട്ട് ക്ലിയർഡ് ആൻഡ് ക്രെഡിറ്റഡ് ഇൻ ദ പാസ്ബുക്ക്, അങ്ങനെയൊക്കെ വരാം. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നതാണ് നമ്മൾക്ക് നമ്മൾ ഗുഡ്സ് വിറ്റതിൻ്റെ പേരിൽ നമ്മൾക്ക് എന്താണ് 41,000 ഒരു 41,000 രൂപ ഒരാൾ തരാനുണ്ടായിരുന്നു. ഓക്കെ, അയാൾ 41,000 റുപ്പീസ് തരുന്നതിന് പകരം അയാൾ നമുക്ക് ചെക്ക് തന്നു, 41,000 റുപ്പീസിൻ്റെ ചെക്ക് തന്നു. ആ ചെക്ക് നമ്മൾ എന്ത് ചെയ്തു? ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്തു, നമ്മളെ ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്തു. ചെക്ക് ഡെപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക് അല്ലെങ്കിൽ ചെക്ക് പെയ്ഡ് ഇൻ ടു ബാങ്ക്, ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്തു. അപ്പോൾ നമ്മളെ കയ്യിൽ അത് കിട്ടി, നമ്മൾ ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്തപ്പോൾ ബാങ്കിൽ അത് എമൗണ്ട് കൂടി 44,000 രൂപ കൂടുകയാണ്. അപ്പോൾ നമ്മളെ കയ്യിൽ നമ്മളത് എഴുതി ചേർത്തു. നമ്മുടെ കയ്യിലെ ക്യാഷ് ബുക്കിൽ നമ്മൾ 44,000 രൂപ ചെക്ക് കിട്ടി, അത് ബാങ്കിലേക്ക് കൊടുത്തപ്പോൾ നമ്മുടെ ക്യാഷ് ബുക്കിൽ അത് എഴുതി ചേർത്തു. ഓക്കെ, അപ്പോൾ നമ്മളെ ക്യാഷ് ബുക്കിൽ ബാലൻസ് എത്രയായി? നമ്മുടെ പേരിൽ ബാങ്ക് ബാലൻസ്, ക്യാഷ് ബുക്കിൽ നമ്മുടെ ബാങ്ക് ബാലൻസ് എത്രയായി? നേരത്തെ ഉണ്ടായിരുന്ന ബാലൻസും കിട്ടിയ ചെക്ക് ബാങ്കിലേക്ക് കൊടുത്തപ്പോൾ ആ ചെക്കിൻ്റെ എമൗണ്ടും കൂടെ കൂട്ടിയിട്ട് 2,06,000 ആയി. എന്നാൽ ക്വസ്റ്റ്യൻ നോക്കാം, നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തു, ബാങ്കിലേക്ക് പേ ചെയ്തെങ്കിലും ഡെപ്പോസിറ്റ് ചെയ്തെങ്കിലും ബട്ട് നോട്ട് ക്ലിയർഡ് ഓർ ബട്ട് നോട്ട് കളക്റ്റഡ് ആൻഡ് ക്രെഡിറ്റഡ് ബൈ ബാങ്ക്. ബാങ്ക് ആ ചെക്ക് ഈ 31 ഓഗസ്റ്റ് വരെ എന്താണ് കളക്ഷന് വേണ്ടി, അതായത് നമ്മൾക്ക് കസ്റ്റമർ ഏത് കസ്റ്റമറാണ് തന്നത് അയാളുടെ ബാങ്കിലാണ് ക്യാഷ് കിടക്കുന്നത്, അതിൻ്റെ ചെക്കേ തന്നിട്ടുള്ളൂ. അപ്പോൾ ആ ബാങ്കിലേക്ക് കളക്ഷന് വേണ്ടി അയച്ചിട്ടുമില്ല, അതിൽ നിന്ന് കളക്ട് ചെയ്തിട്ടുമില്ല, ഈ എമൗണ്ട് കളക്ട് ചെയ്തിട്ടുമില്ല, നമ്മുടെ പാസ്ബുക്കിൽ ക്രെഡിറ്റ് ചെയ്തിട്ടുമില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല എന്നർത്ഥം. ബട്ട് നോട്ട് ക്ലിയർ, ഈ ചെക്ക് പേ ചെയ്ത ഡെപ്പോസിറ്റ് ചെയ്ത ചെക്ക് ക്ലിയർ ചെയ്തിട്ടില്ല, അതായത് അതിൻ്റെ ക്യാഷ് കളക്ട് ചെയ്ത് നമ്മുടെ പാസ്ബുക്കിൽ ക്രെഡിറ്റ് ചെയ്തിട്ടില്ല എന്നർത്ഥം. അപ്പോൾ ഇവിടെ 0 ആണ്, ഒരു മാറ്റവും ഇല്ല. അപ്പോൾ പാസ്ബുക്കിൽ ബാലൻസ് ഇപ്പോൾ എത്രയാണ്? 1,65,000 തന്നെയാണ്. എന്നാൽ നമ്മളെ ക്യാഷ് ബുക്കിൽ നമ്മളത് എഴുതി വെച്ചു, അപ്പോൾ 2,06,000 ആയി. ഓക്കെ, അപ്പോൾ പാസ്ബുക്ക് ബാലൻസിൽ നിന്ന് ക്യാഷ് ബുക്ക് ബാലൻസിലേക്ക് എത്തണമെങ്കിൽ, അതായത് പാസ്ബുക്ക് ബാലൻസ് അത് പ്രത്യേകം ശ്രദ്ധിക്കണേ, നമ്മൾ ഇനി അത് എല്ലായ്പ്പോഴും ഇങ്ങനെ ആവർത്തിച്ച് പറയണമെന്നില്ല. ഓക്കെ, ഈ പാസ്ബുക്ക് ബാലൻസിൽ നിന്ന് പാസ്ബുക്ക് ബാലൻസിൽ നിന്ന് ക്യാഷ് ബുക്ക് ബാലൻസിലേക്ക് എത്തണമെങ്കിൽ എന്താണ്? ഇതിൻ്റെ കൂടെ 41,000 ആഡ് ചെയ്യണം. ഈ ബാലൻസിൻ്റെ കൂടെ ഈ ബാലൻസിൻ്റെ കൂടെ എന്ത് ചെയ്യണം? 41,000 ആഡ് ചെയ്താലേ 2,06,000 എത്തുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ 41,000 എന്നുള്ളത് ആഡ് ചെയ്യുന്ന കോളത്തിൽ പ്ലസ് കോളത്തിൽ അത് എഴുതുന്നു. അതിന് നേരത്തെ പറഞ്ഞതാണ് ഈ ചെക്ക് ഡെപ്പോസിറ്റഡ് ബട്ട് നോട്ട് ക്ലിയർഡ് അല്ലെങ്കിൽ ചെക്ക് ഡെപ്പോസിറ്റഡ് ബട്ട് നോട്ട് കളക്റ്റഡ് ബൈ ബാങ്ക് അല്ലെങ്കിൽ ചെക്ക് ഡെപ്പോസിറ്റഡ് ബട്ട് നോട്ട് ക്ലിയർഡ് ആൻഡ് ക്രെഡിറ്റഡ് ബൈ ബാങ്ക് എന്നെല്ലാം എഴുതാം. ഓക്കെ, അപ്പോൾ ഇത് ഓക്കെ. ദെൻ നെക്സ്റ്റ് ട്രാൻസാക്ഷൻ, മൂന്നാമത്തെ ഐറ്റംസ്, ബിൽസ് റിസീവബിൾസ് കളക്റ്റഡ് ബൈ ബാങ്ക് റെക്കോർഡഡ് ഓൺലി ഇൻ പാസ്ബുക്ക് ₹31,000. അതായത് നമ്മൾക്ക് ഗുഡ്സ് വിറ്റതിൻ്റെ വകയിൽ, അതായത് ഐറ്റംസ് നമ്മൾ വിറ്റതിൻ്റെ വകയിൽ നമ്മൾക്ക് എന്താണ് കുറച്ച് ക്യാഷ് ബില്ല് കിട്ടാനായി, ബിൽസിൻ്റെ എമൗണ്ട് കിട്ടാണ്ട്, അതാണ് ബിൽസ് റിസീവബിൾസ്, നമുക്ക് കിട്ടാനുള്ള ബില്ലുകൾ. ഓക്കെ, അപ്പോൾ 39,000 രൂപയുടെ ബിൽ എമൗണ്ടുകൾ നമുക്ക് കിട്ടാനുണ്ടായിരുന്നു. അത് നമ്മുടെ ബാങ്ക് നമുക്ക് കിട്ടാനുള്ളതൊക്കെ ബാങ്ക് കളക്ട് ചെയ്തു, അത് ബാങ്കിനെ നമ്മൾ ഏൽപ്പിച്ചിരുന്നു. അങ്ങനെ ബാങ്ക് എന്ത് ചെയ്തു? അത് കളക്ട് ചെയ്തു. അപ്പോൾ നമുക്ക് എത്രയോ എമൗണ്ടുകൾ കിട്ടാനുണ്ടായിരുന്നു, 2 lakhs 3 lakhs ബിൽസ് കിട്ടാനുണ്ടായിരുന്നു. അതിലൊരു 31,000 ബില്ല് ബാങ്ക് കളക്ട് ചെയ്തു ആൻഡ് റെക്കോർഡ് ഓൺലി ഇൻ പാസ്ബുക്ക്. അതെന്ത് ചെയ്തു? കളക്ട് ചെയ്തിട്ട് പാസ്ബുക്കിൽ അത് എഴുതുകയും ചെയ്തു.
അപ്പോൾ നമ്മൾക്ക് കിട്ടാനുള്ള ബില്ലുകളിൽ ബിൽസ് റിസീവബിൾസ് നമുക്ക് കിട്ടാനുള്ള ബില്ലുകളിൽ ബാങ്ക് 31,000 രൂപ കളക്ട് ചെയ്ത് പാസ്ബുക്കിൽ അത് എഴുതി വെച്ചു. ഓക്കെ, അത് ക്രെഡിറ്റ് ചെയ്തു. എന്താണ് പിന്നെ ചിലപ്പോൾ ചോദ്യം ഇങ്ങനെ വരാം, ബിൽസ് റിസീവബിൾ കളക്റ്റഡ് ബൈ ബാങ്ക് ആൻഡ് ക്രെഡിറ്റഡ് ഇൻ പാസ്ബുക്ക്, അങ്ങനെയും വരാം. അപ്പോൾ ബാങ്കിൽ എന്ത് ചെയ്തു, ആ കിട്ടാനുള്ള ബില്ലുകളിൽ 31,000 രൂപയുടെ ബില്ലുകൾ കളക്ട് ചെയ്ത് പാസ്ബുക്കിൽ ക്രെഡിറ്റ് ചെയ്ത് എഴുതി വെച്ചു. അപ്പോൾ പാസ്ബുക്കിൽ ബാങ്കിൻ്റെ കയ്യിലുള്ള പാസ്ബുക്കിൽ ബാലൻസിൽ എത്രയായി? 1,96,000 റുപ്പീസായി. 1,96,000 ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് മൊത്തം ബാങ്കിൻ്റെ കയ്യിലുള്ള പാസ്ബുക്കിൽ നമ്മുടെ ബാങ്ക് ബാലൻസ് 1,96,000 ആണ്. എന്നാൽ നമ്മൾ അതറിയുന്നില്ല. ബാങ്ക് അത് കളക്ട് ചെയ്ത് അവിടെ ക്രെഡിറ്റ് ചെയ്ത് രേഖപ്പെടുത്തി അവിടെ ബാലൻസ് കൂട്ടി എഴുതി വെച്ചത് നമ്മൾ അറിയുന്നില്ല. നമ്മൾ ഇവിടെ ഒരു മാറ്റവും സംഭവിച്ചില്ല. നമ്മുടെ കയ്യിലെ ക്യാഷ് ബുക്കിൽ ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. അവിടെ ഇപ്പോഴും ബാലൻസ് 1,65,000 ആണ്. അപ്പോൾ എന്ത് സംഭവിച്ചു? പാസ്ബുക്ക് ബാങ്കിൻ്റെ കയ്യിലെ പാസ്ബുക്ക് പ്രകാരം എന്താണ് 1,96,000 ഉണ്ട്. എന്നാൽ ക്യാഷ് ബുക്ക് പ്രകാരം 1,65,000 ഉള്ളൂ. അപ്പോൾ പാസ്ബുക്കിൽ നിന്ന് ക്യാഷ് ബുക്കിലേക്ക് എത്തണമെങ്കിൽ പാസ്ബുക്ക് ബാലൻസിൽ നിന്ന് ക്യാഷ് ബുക്ക് ബാലൻസിൻ്റെ ലെവലിലേക്ക് എത്തണമെങ്കിൽ ഇവിടെ കുറവാണ്. അപ്പോൾ ഈ 31,000 കുറയ്ക്കണം. പാസ്ബുക്ക് ബാലൻസിൽ നിന്ന് 31,000 കുറയ്ക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ലെസ് ഐറ്റം അല്ലേ, പാസ്ബുക്ക് ബാലൻസ് ഇവിടെ തന്നിട്ടുണ്ട്, പാസ്ബുക്ക് ബാലൻസിൽ നിന്ന് അത് കുറയ്ക്കണം. അപ്പോൾ ലെസ് ചെയ്യാനുള്ള കോളത്തിൽ നമ്മൾ എന്താണ് 31,000 എഴുതുന്നു. 31,000 എഴുതുന്നു. ഓക്കെ, എന്നിട്ട് അതിന് ശേഷം എന്താണെന്നോ പർട്ടിക്കുലേഴ്സ് കോളത്തിൽ ബിൽസ് റിസീവബിൾസ് കളക്റ്റഡ് ബൈ ബാങ്ക് റെക്കോർഡഡ് ഓൺലി ഇൻ പാസ്ബുക്ക്. ഓക്കെ, ബിൽസ് റിസീവബിൾ കളക്റ്റഡ് ബൈ ബാങ്ക് റെക്കോർഡഡ് ഓൺലി ഇൻ പാസ്ബുക്ക്, അത് നമ്മൾ എഴുതി ചേർക്കുന്നു. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഫോർത്ത് വൺ, ബാങ്ക് ചാർജസ് നോട്ട് സീൻ ഇൻ ദ ക്യാഷ് ബുക്ക് ₹800. ഓക്കെ, അതായത് നമ്മുടെ ബാങ്ക് അല്ലേ, നമ്മൾ ബാങ്കുമായിട്ട് ഡീലിങ്സ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എന്താണ് SMS ചാർജ് ആവട്ടെ, അല്ലെങ്കിൽ ATM ചാർജ് ആവട്ടെ, അല്ലെങ്കിൽ ഓവർഡ്രാഫ്റ്റ് പിൻവലിച്ചതിൻ്റെ ചാർജ് ആവട്ടെ, എന്തൊക്കെയായിട്ട് ബാങ്ക് നമ്മളെ കയ്യിൽ നിന്ന്, അത് നേരത്തെ പറഞ്ഞ പോലെ ബിൽസ് റിസീവബിൾസ് കളക്ട് ചെയ്തതിൻ്റെ പേരിലുള്ള ചാർജ് ആവട്ടെ, എന്തെങ്കിലുമൊക്കെ ആയിട്ട് ബാങ്ക് എന്താണ് നമ്മളുടെ പേരിൽ ചാർജ് ഈടാക്കി. ബാങ്ക് ചാർജസ് നോട്ട് സീൻ ഇൻ ദ ക്യാഷ് ബുക്ക്. ചിലപ്പോൾ ക്വസ്റ്റ്യൻ ആയിരിക്കും ബാങ്ക് ചാർജസ് ഡെബിറ്റഡ് ഇൻ ദ പാസ്ബുക്ക്. ബാങ്ക് ചാർജസ് ഡെബിറ്റഡ് ഇൻ ദ പാസ്ബുക്ക്, അങ്ങനെയും വരാം. എന്തായിരുന്നാലും എന്താണ് നമ്മുടെ കയ്യിൽ നിന്ന് ഈടാക്കിയതാണ്. അപ്പോൾ നമ്മൾ കൊടുക്കുന്നതിന് പകരം എന്ത് ചെയ്തു? ബാങ്ക് എന്ത് ചെയ്തു? നമ്മുടെ അക്കൗണ്ടിൽ നിന്നത് മൈനസ് ചെയ്തു, നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ക്യാഷ് ഈടാക്കി. അപ്പോൾ പാസ്ബുക്കിൽ ഡെബിറ്റ് ചെയ്തു, അല്ലെങ്കിൽ ബാങ്ക് ചാർജ് ഈടാക്കി. പാസ്ബുക്കിൽ ബാങ്ക് എന്ത് ചെയ്തു? ബാങ്കിൻ്റെ കയ്യിലെ ബാങ്കിൽ നിന്ന് ഈടാക്കിയത് പാസ്ബുക്കിൽ അത് രേഖപ്പെടുത്തി വെച്ചു. 800 രൂപ ഈടാക്കിയതായിട്ട് കുറച്ചത് നമ്മുടെ അക്കൗണ്ടിലുള്ള ക്യാഷിൽ നിന്ന് അവർ ഈടാക്കിയത് റെക്കോർഡ് ചെയ്തു. അതനുസരിച്ച് അവിടുത്തെ ബാലൻസ് എത്രയാണ്? ബാങ്കിൻ്റെ കയ്യിലെ പാസ്ബുക്കിലെ ബാലൻസ് 1,64,200 ആണ്. ഈ ബാലൻസിന് 800 കുറച്ചു. പക്ഷേ ഇത് ഇവിടെ മാത്രമേ കാണുന്നുള്ളൂ, നോട്ട് സീൻ ഇൻ ദ ക്യാഷ് ബുക്ക്. നമ്മളത് അറിയുന്നില്ല. ബാങ്ക് അത് ചാർജ് ഈടാക്കി, അത് ആ ക്യാഷ് പിൻവലിച്ച് അത് ഈടാക്കി, അത് നമ്മുടെ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്തത് നമ്മൾ അറിയുന്നില്ല. നോട്ട് സീൻ, അത് കാണുന്നില്ല ഇൻ ദ ക്യാഷ് ബുക്ക്. ക്യാഷ് ബുക്കിൽ അത് എൻ്റർ ചെയ്തിട്ടില്ല, നമ്മളത് അറിഞ്ഞിട്ടില്ല. അപ്പോൾ ക്യാഷ് ബുക്കിൽ ഇപ്പോഴെന്താണ്? 0 ആണ്. ഇവിടെ 0 ആണ്. പിന്നെ ഒരൈറ്റവും വന്നിട്ടില്ല. നേരത്തുള്ള ബാലൻസ് 1,65,000 തന്നെയാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അവിടുത്തെ ബാലൻസ് എത്രയാണ്? നമ്മുടെ കയ്യിലുള്ള ക്യാഷ് ബുക്ക് ബാലൻസ് എത്രയാണ്? 1,65,000. അപ്പോൾ പാസ്ബുക്കിൽ 1,64,200 ആണ്. ക്യാഷ് ബുക്കിൽ പാസ്ബുക്കിൽ ബാങ്കിൻ്റെ കയ്യിലെ പാസ്ബുക്കിൽ 1,64,200 ആണ്. 1,64,200 ആണ്. നമ്മുടെ കയ്യിലെ ക്യാഷ് ബുക്കിൽ 1,65,000 ആണ്. അപ്പോൾ ഈ പാസ്ബുക്കിൽ നിന്ന് ക്യാഷ് ബുക്കിലേക്ക് എത്തണമെങ്കിൽ പാസ്ബുക്കിൽ കുറവാണ്, ക്യാഷ് ബുക്കിൽ കൂടുതലാണ്. അപ്പോൾ എന്താണ് 800. ഈ 800 ഇവിടെ ആഡ് ചെയ്താലേ ഇതിൻ്റെ ഒപ്പം എത്തുകയുള്ളൂ, ഈ ലെവലിൽ എത്തുകയുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ 800 എന്നുള്ളത് പാസ്ബുക്ക് ബാലൻസിൻ്റെ കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ ആഡ് ചെയ്യുന്ന കോളത്തിൽ നമ്മൾ ആ 800 എഴുതുന്നു. അതിൻ്റെ നേരം എന്ത് ചെയ്യുന്നു? ബാങ്ക് ചാർജസ് നോട്ട് സീൻ ഇൻ ദ ക്യാഷ് ബുക്ക്. ഞാൻ നേരത്തെ പറഞ്ഞാൽ ബാങ്ക് ചാർജസ് ഡെബിറ്റഡ് ബൈ ബാങ്ക് എന്നൊക്കെ ആയിരിക്കാം, അല്ലെങ്കിൽ ബാങ്ക് ചാർജസ് സീൻ ഓൺലി ഇൻ പാസ്ബുക്ക്. പാസ്ബുക്കിൽ മാത്രമേ ഈ ബാങ്ക് ചാർജ് കാണുന്നുള്ളൂ, അങ്ങനെയൊക്കെ വരാം. ഓക്കെ, ഇനി അടുത്ത ഐറ്റം, ബിൽഡിംഗ് റെൻറ്റ് കളക്റ്റഡ് ആൻഡ് ക്രെഡിറ്റഡ് ബൈ ബാങ്ക് ₹45,000. അത് ഞാൻ നേരത്തെ നമ്മൾ ഈ ബിൽസ് റിസീവബിൾസിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ, അതായത് നമ്മൾക്കെന്താണ് ടൗണിൽ കുറച്ച് ബിൽഡിങ്ങുകളുണ്ട്, അതിൻ്റെ റെൻറ്റുകൾ നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മുടെ സ്ഥാപനത്തിൻ്റെ തന്നെ ബിൽഡിങ്ങാണ്, അതിനെന്താണ് പുറമേ കൊടുത്തതിന് റെൻറ്റ് കിട്ടുന്നുണ്ട്. ആ റെൻറ്റ് കളക്ട് ചെയ്യാൻ നമ്മൾ അവരോട്, അതായത് അതിൻ്റെ വാടകയ്ക്ക് എടുത്ത ആളുകളോട് നമ്മളെന്താ പറയുന്നത്? നിങ്ങൾ നമ്മുടെ അക്കൗണ്ടിലേക്ക് അടച്ചാൽ മതി എന്നാണ് പറഞ്ഞത്. അങ്ങനെ എന്ത് ചെയ്യുന്നു? അങ്ങനെ ബാങ്കിന് നമ്മൾ ഏൽപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ റെൻറ്റ് കളക്ട് ചെയ്യാൻ. ബാങ്കാണ് അത് കളക്ട് ചെയ്യുന്നത്. അങ്ങനെ അതിൽ ഒരു 45,000 രൂപ എത്രയോ ക്യാഷുകൾ കിട്ടാണ്ട് അതിലൊരു 45,000 റുപ്പീസ് എന്താണ് ഈ ഡേറ്റിന് ബാങ്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഓഗസ്റ്റ് മാസത്തിൽ ബാങ്ക് കളക്ട് ചെയ്തിട്ടുണ്ട്, ബിൽഡിംഗ് റെൻറ്റ് കളക്ട് ചെയ്തിട്ടുണ്ട്. അത്
പാസ്ബുക്കിൽ ക്രെഡിറ്റഡ് ബൈ ബാങ്ക് എന്നതാണ് പാസ്ബുക്കിൽ ക്രെഡിറ്റ് ചെയ്യേണ്ടത്. അത് നമ്മുടെ പാസ്ബുക്കിൽ നമ്മുടെ അക്കൗണ്ടിൽ എന്താണത് ക്രെഡിറ്റ് ചെയ്യേണ്ടത് എഴുതിയിട്ടുണ്ട്. ബാങ്കിൽ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എത്ര? 45,000. അപ്പോൾ ബിൽഡിംഗ് റെൻറ്റ് കളക്റ്റഡ് ആൻഡ് ക്രെഡിറ്റഡ് ബൈ ബാങ്ക് 45,000. നമ്മളുടെ പേരിലുള്ള ബിൽഡിംഗ് റെൻറ്റുകൾ കിട്ടാനുള്ളത് ബാങ്ക് കളക്ട് ചെയ്ത് അത് നമ്മുടെ പാസ്ബുക്കിൽ നമ്മുടെ അക്കൗണ്ടിൽ രേഖപ്പെടുത്തി എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബാലൻസ് എത്രയായി? 2,10,000 ആയി. ബാങ്കിൻ്റെ കയ്യിലുള്ള രേഖയിൽ നമ്മുടെ ബാങ്ക് ബാലൻസ് 2,10,000 ആയി. എന്നാൽ ഇത് നമ്മൾ അറിയുന്നില്ല. ഈ 45,000 കളക്ട് ചെയ്തതും ഇവിടെ ബാങ്ക് കളക്ട് ചെയ്ത് അവിടെ ക്രെഡിറ്റ് ചെയ്ത് എഴുതി വെച്ചത് നമ്മൾ അറിയുന്നില്ല. ഇവിടെ ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. എന്താണ്? ആദ്യത്തെ ബാലൻസ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മുടെ ക്യാഷ് ബുക്കിലെ ബാലൻസ് എത്രയാണ്? 1,65,000 ആണ്. അപ്പോൾ ഇവിടെ 2,10,000 ഉണ്ട്, ഇവിടെ 1,65,000 ഉള്ളൂ. അപ്പോൾ എന്താണ്? ഈ പാസ്ബുക്ക് ബാലൻസ് കൂടുതലാണ്, അതിൽ നിന്ന് ക്യാഷ് ബുക്കിലേക്ക് എത്തണമെങ്കിൽ പ്രതീക്ഷിക്കുക. പാസ്ബുക്ക് ബാലൻസ് കൂടുതലാണെങ്കിൽ ക്യാഷ് ബുക്കിലേക്ക് എത്തണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ 45,000 ഇത് പാസ്ബുക്ക് ബാലൻസ് നിന്ന് മൈനസ് ചെയ്യണം, എന്നാലേ ഈ ലെവലിലേക്ക് എത്തുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത്? ലെസ് ചെയ്യാനുള്ള കോളത്തിൽ എഴുതുന്നു. അതിന് നേരെ നമ്മൾ എന്ത് ചെയ്യുന്നു? ബിൽഡിംഗ് റെൻറ്റ് കളക്റ്റഡ് ആൻഡ് ക്രെഡിറ്റഡ് ബൈ ബാങ്ക് എന്ന് എഴുതുന്നു. ബിൽഡിംഗ് റെൻറ്റ് കളക്റ്റഡ് ആൻഡ് ക്രെഡിറ്റഡ് ബൈ ബാങ്ക്, അല്ലെങ്കിൽ ബിൽഡിംഗ് റെൻറ്റ് കളക്റ്റഡ് ബൈ ബാങ്ക് ആൻഡ് ക്രെഡിറ്റഡ് ഇൻ പാസ്ബുക്ക്, അല്ലെങ്കിൽ ബിൽഡിംഗ് റെൻറ്റ് കളക്റ്റഡ് ബൈ ബാങ്ക് കളക്റ്റഡ് ആൻഡ് ക്രെഡിറ്റഡ് ബൈ ബാങ്ക് ആൻഡ് നോട്ട് സീൻ ഇൻ ദ ക്യാഷ് ബുക്ക്. ഇങ്ങനെ എല്ലാം വരാം. ഓക്കെ, അത് ക്യാഷ് ബുക്കിൽ വരുന്നില്ല. ഓക്കെ, ഇങ്ങനെ ഇത്ര 5 ഐറ്റംസുകളാണ് നമുക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക. ഇപ്പോൾ നമ്മൾ പാസ്ബുക്ക് ബാലൻസ് നിന്നാണ് തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇത്രേ ഉള്ളൂ. പാസ്ബുക്ക് ബാലൻസ് എപ്പോഴെങ്കിലും കൂടി ഇരിക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു ട്രാൻസാക്ഷൻ ഐറ്റത്തിൻ്റെ ഫലമായിട്ട് പാസ്ബുക്ക് ബാലൻസ് കൂടിയിരിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ ഐറ്റം നമ്മളത് ലെസ് ചെയ്യണം. അപ്പോൾ ഈ ലെസ് ചെയ്ത ഐറ്റംസുകളൊക്കെ ഇങ്ങനെ, ഇപ്പോൾ ഈ ലാസ്റ്റ് 45,000 അല്ലേ പാസ്ബുക്കിൽ കൂടി കിടക്കുകയായിരുന്നു 45,000, അപ്പോൾ അത് കുറയ്ക്കണം അല്ലേ? ക്യാഷ് ബുക്ക് അവിടെ കിടക്കുകയായിരിക്കും. അപ്പോൾ എന്തെങ്കിലും സാഹചര്യത്തിൽ പാസ്ബുക്ക് ബാലൻസ് കൂടുകയാണെങ്കിൽ ആ ഐറ്റത്തെ, ഇപ്പോൾ ഇതിൽ ഏതെല്ലാം ഐറ്റംസിൻ്റെ ഫലമായിട്ട് പാസ്ബുക്ക് ബാലൻസിൽ കൂടുന്നുണ്ടോ, ബാങ്കിൻ്റെ പാസ്ബുക്ക് ബാലൻസിൽ കൂടുന്നുണ്ടോ, അതൊക്കെ മൈനസ് ചെയ്യണം, ലെസ് ചെയ്യണം അല്ലേ? പാസ്ബുക്ക് ബാലൻസ് തുടങ്ങുകയാണെങ്കിൽ. ഇനി ഏതെല്ലാം ഐറ്റംസ് കാരണത്താൽ ഏതെല്ലാം ഐറ്റംസ് കാരണത്താൽ പാസ്ബുക്ക് ബാലൻസ് കുറഞ്ഞിട്ടുണ്ടോ, പാസ്ബുക്ക് ബാലൻസിൽ കുറവായി കാണുന്നുണ്ടോ, അപ്പോൾ നമ്മൾ പാസ്ബുക്ക് ബാലൻസിൽ അത് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോഴേ ക്യാഷ് ബുക്കിൻ്റെ കൂടെ എത്തുള്ളൂ. ഇനി നമുക്ക് 2 എമൗണ്ട് കോളംസും ടോട്ടൽ ചെയ്ത് ബാലൻസിങ് നടത്തി ബാലൻസ് എമൗണ്ട്, അതായത് ഇവിടെ പാസ്ബുക്കിൽ തുടങ്ങിയപ്പോൾ ക്യാഷ് ബുക്ക് പ്രകാരമുള്ള ബാലൻസ് എമൗണ്ട് എത്രയാണെന്നുള്ളത് കണ്ടെത്തണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ആദ്യം 2 എമൗണ്ട് കോളംസും നമ്മൾ എന്ത് ചെയ്യുന്നു? സിംഗിൾ ലൈനിട്ട് ക്ലോസ് ചെയ്യുന്നു. ഓക്കെ, അതിന് താഴെ ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ പ്ലസ് ആഡ് ചെയ്യാനുള്ള കോളത്തിലെ എല്ലാ ഐറ്റംസും നമ്മൾ ആഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 2,06,800 എന്ന് കിട്ടി. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? ലെസ് ചെയ്യാനുള്ള കോളത്തിലെ എമൗണ്ടുകളും ആഡ് ചെയ്യുന്നു. ഈ 3 ഐറ്റംസും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നുണ്ട്? 1,10,000 കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ, ഇത് താരതമ്യം ചെയ്ത് കഴിഞ്ഞാൽ, ഇത് പരിശോധിച്ച് കഴിഞ്ഞാൽ എന്താണ്? ഫസ്റ്റ് കോളത്തിലെ, അതായത് ആഡ് ചെയ്യാനുള്ള കോളത്തിലായ ബാലൻസ് എമൗണ്ട് അടക്കമുള്ള അല്ലേ, അതാണ് ഏറ്റവും കൂടുതൽ ബാലൻസ് എമൗണ്ട് അടക്കമുള്ള ഫസ്റ്റ് കോളത്തിലെ ഐറ്റംസാണ് ഏറ്റവും വലിയ സംഖ്യ, ബിഗ്ഗർ എമൗണ്ട്. അതുകൊണ്ട് തന്നെ ഈ 2,06,800 എന്നുള്ളത് എന്ത് ചെയ്യുന്നു? നമ്മൾ 2 കോളത്തിലും നമ്മൾ ടോട്ടൽ കോളത്തിൽ എഴുതുന്നു. ഓക്കെ, അപ്പോൾ ഇനി ഇവിടെ ഇത് ഓക്കെയാണ്. ഫസ്റ്റ് കോളം ഓക്കെ 2,06,800 ഉണ്ട്. പക്ഷേ സെക്കൻഡ് കോളത്തിൽ ലെസ് ചെയ്യാനുള്ള കോളത്തിൽ 2,06,800 ഇല്ല. ഇവിടെ കുറച്ച് എമൗണ്ട് ബാലൻസ് ഉണ്ട്. ഇവിടെ ആകെ ആഡ് ചെയ്തപ്പോൾ നമുക്ക് എത്ര 1,10,000 കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ നമ്മളിവിടെ കുറച്ച് ബാലൻസ് എമൗണ്ട്, ഡിഫറൻസ് എമൗണ്ട് ഉണ്ട്. അപ്പോൾ ആ ഡിഫറൻസ് എമൗണ്ട് നമ്മളിവിടെ എഴുതി ചേർക്കുന്നു. അപ്പോൾ 2,06,800 നിന്നും ഈ 3 ഐറ്റംസും കൂട്ടിയിട്ട് കിട്ടിയ 1,10,000 മൈനസ് ചെയ്യുന്നു. 1,10,000 മൈനസ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എത്ര കിട്ടുന്നുണ്ട് ഇവിടെ ബാക്കി? 96,800. ഓക്കെ, അത് നമ്മളിവിടെ രേഖപ്പെടുത്തുന്നു, എഴുതി വെക്കുന്നു. അതിൻ്റെ നേരെ പർട്ടിക്കുലേഴ്സ് കോളത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ബാങ്ക് ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് അല്ലേ, അത് നമ്മൾ പാസ്ബുക്കിൽ നിന്ന് തുടങ്ങി ക്യാഷ് ബുക്കിലേക്ക് എത്തി, ക്യാഷ് ബുക്ക് ബാലൻസിലേക്ക് എത്തി. അപ്പോൾ ബാങ്ക് ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് എന്ന് എഴുതുന്നു. ബ്രാക്കറ്റിൽ ഡെപ്പോസിറ്റ് ഓർ ക്രെഡിറ്റ് ബാലൻസ്. അപ്പോൾ ഇവിടെ നമ്മളെന്താണ് അല്ലേ, ബാങ്ക് ബാലൻസ് ആസ് പെർ പാസ്ബുക്ക്, ഡെപ്പോസിറ്റ് ബാലൻസ് പാസ്ബുക്ക് പ്രകാരം തുടങ്ങി അവസാനം നമ്മൾ എന്ത് ചെയ്തു? ക്യാഷ് ബുക്ക് ബാലൻസ് ഡെപ്പോസിറ്റ് ബാലൻസിലേക്ക് എത്തിച്ചേർന്നു. ഓക്കെ, ഇതാണ് ഇന്നത്തെ ഈ ഇല്ലസ്ട്രേഷനുമായി ബന്ധപ്പെട്ട സൊല്യൂഷൻ. ഓക്കെ, ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ട അതിൻ്റെ ആൻസർ ഇതാണ്. അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് എല്ലാവർക്കും മനസ്സിലായണമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ എന്ത് ചെയ്യുക? ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ എന്ത് വാക്കുകളും, നിങ്ങൾ നന്ദി വാക്കുകളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളൊക്കെ എന്ത് ചെയ്യുക? നിങ്ങൾക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അതോടൊപ്പം നിങ്ങളുടെ കൊമേഴ്സുമായി ബന്ധപ്പെട്ട എല്ലാ സുഹൃത്തുക്കൾക്കും എന്ത് ചെയ്യുക? ഈ വീഡിയോയും ഈ ചാനലും നിങ്ങൾ ഷെയർ ചെയ്യുക, റെക്കമെൻഡ് ചെയ്യുക. ഓക്കെ, ഇനി ഇതിൻ്റെ തുടർച്ചയാണ് അടുത്ത ലക്കത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബാങ്ക് റിക്കൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട ഇല്ലസ്ട്രേഷൻ, 3ാമത്തെ ഇല്ലസ്ട്രേഷനാണ്.
അതായത് ബാങ്ക് റിക്കൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട അടുത്ത ലക്കത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മൂന്നാമത്തെ ഇല്ലസ്ട്രേഷനാണ്. അതായത് പ്രിപ്പറേഷൻ ഓഫ് ബാങ്ക് റിക്കൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ്, ബാങ്ക് റിക്കൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട മൂന്നാമത്തെ ഇല്ലസ്ട്രേഷനാണ്. അത് തന്നെ എന്താണ്? വിത്ത് ക്യാഷ് ബുക്ക് ക്രെഡിറ്റ് ബാലൻസ് അല്ലെങ്കിൽ ഓവർ ഡ്രാഫ്റ്റ് ബാലൻസ്. നമ്മൾ ഫസ്റ്റ് ഇല്ലസ്ട്രേഷൻ ക്യാഷ് ബുക്ക് ഡെബിറ്റ് ബാലൻസ് ആയിരുന്നു. ഇനി അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അടുത്ത ലക്കം എന്താണ്? ക്യാഷ് ബുക്ക് ക്രെഡിറ്റ് ബാലൻസ് ആണ്. അതിൻ്റെ മറ്റൊരു പേരാണിത് ഓവർ ഡ്രാഫ്റ്റ് ബാലൻസ്. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോയുമായി, അതായത് ക്യാഷ് ബുക്ക് ബാങ്ക് റിക്കൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ മൂന്നാമത്തെ ഇല്ലസ്ട്രേഷനുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും എല്ലാവിധ വിജയാശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.